ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് കാലത്തിൻ്റെയും മരണത്തിൻ്റെയും പരമോന്നത ദേവതയായ മഹാകാളിയെക്കുറിച്ചാണ്. ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ദേവതയാണ് കാളി. കാളി ദേവി സമയം, മരണം, നാശം എന്നിവയുമായും അതീന്ദ്രിയ അറിവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദു താന്ത്രിക പാരമ്പര്യത്തിലും കലികുല ആരാധന പാരമ്പര്യത്തിലും കാളി പ്രമുഖ ദേവതയാണ്. കാളിയെ പ്രധാനമായും ദിവ്യമാതാവ്, പ്രപഞ്ചമാതാവ്, ദിവ്യ സ്ത്രീ ശക്തി എന്നീ നിലകളിൽ ആരാധിക്കുന്നു. കാളി പല കഥകളിലും പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും പ്രചാരമുള്ളത് രക്തബീജ എന്ന അസുരനെ പരാജയപ്പെടുത്താൻ ദുർഗാദേവിയുടെ കോപത്തിന്റെ വ്യക്തിത്വമായി കാളി പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. കാളിയുടെ ഭയാനകമായ പ്രതിരൂപം ദേവതകളിൽ ഒരു അതുല്യ വ്യക്തിത്വമാക്കി മാറ്റുകയും രക്തം, മരണം, നാശം എന്നിവയുടെ ഇരുണ്ട ലൗകിക യാഥാർത്ഥ്യങ്ങളുടെ ആലിംഗനത്തെയും അവതാരത്തെയും പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മയോടുള്ള കുട്ടിയുടെ മനോഭാവത്തോടെ തന്നെ ദേവിയെ സമീപിക്കുന്ന ഭക്തരെ സംരക്ഷിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. കാളി മാതൃത്വ സ്വഭാവത്തെ പ്രകീർത്തിക്കുന്ന ഭക്തിഗാനങ്ങളും കവിതകളും പ്രചാരത്തിലുണ്ട്. കാളിദേവിയുടെ വേരുകൾ മിക്കവാറും ആര്യൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കാം. സംസ്കൃതത്തിൽ വളരെ വ്യത്യസ്തമായി പരാമർശിക്കപ്പെടുന്ന കാല എന്ന വാക്കിൽ നിന്നാണ് കാളി എന്ന പദം ഉരുത്തിരിഞ്ഞത്. കാളിയുടെ ഏറ്റവും പ്രശസ്തമായ ഇതിഹാസത്തിൽ ദുർഗയും സഹായിയായ മാതൃകകളും രക്തബീജനെ നശിപ്പിക്കാൻ പലവിധത്തിലും പലതരം ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. രക്തബീജനിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിലും അവൻ തൻ്റെ തന്നെ ഒരു പകർപ്പ് സൃഷ്ടിക്കുന്നതിനാൽ സ്ഥിതി കൂടുതൽ വഷളായതായി അവർ ഉടൻ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. യുദ്ധക്കള അവന്റെ ഇരട്ടകളെ കൊണ്ട് നിറയുന്നു. അസുരന്മാരെ നേരിടാൻ ദുർഗ കാളിയെ വിളിക്കുന്നു. ദേവി കടുവയുടെ തോൾ ധരിച്ച് വാളും കുരുക്കും ധരിച്ചിരിക്കുന്നു. രക്തബീജന്റെ രക്തത്തുള്ളികൾ നിലത്ത് വീഴുന്നതിനു മുൻപ് പിടിച്ച് ഇരട്ടകളെ സൃഷ്ടിക്കുമ്പോൾ ആഴത്തിലുള്ളതും ചുവന്നതുമായ കണ്ണുകളുള്ള ദേവി നാവ് പുറത്തേക്ക് നീട്ടിയിരിക്കുന്നു. കാളി രക്തബീജനെയും അവന്റെ തനി പകർപ്പുകളെയും ഭക്ഷിക്കുകയും കൊല്ലപ്പെട്ടവരുടെ ശവശരീരങ്ങളിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഈ കഥ ദേവി മഹാത്മ്യ പതിപ്പിൽ പറയപ്പെടുന്നു. കാളിയെ ഒരു മാതൃകയായും ദേവിയുടെ ശക്തിയായും വിശേഷിപ്പിക്കുന്നു. ചണ്ട, മുണ്ട എന്നീ അസുരന്മാരെ നിഗ്രഹിച്ച ചാമുണ്ട എന്ന വിശേഷണം ദേവിക്ക് നൽകിയിരിക്കുന്നു. ചാമുണ്ട പലപ്പോഴും കാളിയുമായി തിരിച്ചറിയപ്പെടുന്നു. കൂടാതെ രൂപത്തിലും ശീലത്തിലും കാളിദേവിയുമായി വളരെ സാമ്യമുണ്ട്. നിരവധി ഹിന്ദു ദേവതകളിൽ ഏറ്റവും പ്രശസ്തമായ സ്ത്രീ ദേവതയായി കാളിദേവിയെ കണക്കാക്കുന്നു. കാളിദേവിയുടെ അസാധാരണമായ രൂപം ദേവിയുടെ ജനപ്രീതിക്ക് കാരണമായി വിശദീകരിക്കപ്പെടുന്നു. കറുത്ത തൊലി, നീണ്ടു പിണഞ്ഞ മുടി, ചുവന്ന കണ്ണുകൾ, നീണ്ട പിന്നോക്ക നാവ് എന്നിവയുള്ള ഭയാനകമായ മെലിഞ്ഞ സ്ത്രീ ആയി കാളിദേവിയെ പ്രതിരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. തലയോട്ടികളുടെയോ പുതുതായി ശരീരഛേദം ചെയ്ത തലകളുടെയോ ഒരു മാല, മുറിഞ്ഞ കൈകളുടെ ഒരു പാവാട, ശിശുക്കളുടെ ശവശരീരങ്ങളിൽ നിന്ന് നിർമ്മിച്ച ആഭരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഒരു ഭീകരമായ അലങ്കാരം ഒഴികെ ദേവി നഗ്നയാണ്. വന്യത ദേവിയുടെ സ്വഭാവത്തിന്റെ നിർവചിക്കുന്ന വശമാണ്. കാളിദേവിയുടെ ഭയാനകമായ പ്രതിരൂപം ഒരു സംരക്ഷകയും ഭക്തർക്ക് സ്വാതന്ത്ര്യം നൽകുന്നവളുമായ ദേവിയുടെ പങ്കിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഒരു കുട്ടിയുടെ മനോഭാവത്തോടെ ദേവിയുടെ അടുക്കൽ വന്നാൽ ദേവി ശ്രദ്ധിക്കും. ദുർഗാദേവിയുടെ ക്രോധത്തിന്റെ ആൾരൂപമായി കാളിദേവി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദേവി മഹാത്മ്യത്തിലാണ്. കാളിയുടെ കഥാപാത്രത്തിന്റെ ഒരു വശം രക്തത്തിനായുള്ള ദേവിയുടെ ദാഹവും മരണത്തിന്റെയും നാശത്തിന്റെയും സ്ഥലങ്ങളിൽ തുടരാനുള്ള ആഗ്രഹവുമായിരുന്നു. കറുത്ത നിറമുള്ള അതിസുന്ദരിയായ സിംഹത്തിന്റെ സവാരിക്കാരി, 4 കൈകളുള്ള വാളും നീല താമരയും പിടിച്ച് മുടി നിയന്ത്രണമില്ലാത്ത ഉറച്ച ശരീരവും എന്നാണ് കാളി പുരാണം കാളിദേവിയെ വിശേഷിപ്പിക്കുന്നത്. പ്രശസ്തമായ 4 കൈകളുള്ള രൂപവും 10 കൈകളുള്ള മഹാകാളി അവതാരവും രണ്ടിലും ദേവിയെ കറുത്ത നിറമായി വിവരിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ജനപ്രിയ ഇന്ത്യൻ കലകളിൽ പലപ്പോഴും നീല നിറത്തിലാണ് ദേവിയെ കാണുന്നത്. ലഹരിയും ക്രോധവും കൊണ്ട് ദേവിയുടെ കണ്ണുകൾ ചുവപ്പായി വിവരിച്ചിരിക്കുന്നു. ദേവിയുടെ മുടി അഴിഞ്ഞിരിക്കും. ചെറിയ കൊമ്പുകൾ ചിലപ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കും. ദേവിയുടെ നാവ് ചാഞ്ഞിരിക്കും. ചിലപ്പോൾ
രാക്ഷസ കൈകൾ കൊണ്ടുള്ള ഒരു പാവാടയും രാക്ഷസ തലകൾ കൊണ്ടുള്ള ഒരു മാലയും ധരിച്ചിരിക്കും. മറ്റു ചിലപ്പോൾ ദേവി കടുവയുടെ തൊലി ധരിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. ശാന്തനും സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നതുമായ ശിവഭഗവാന്റെ മേൽ നിൽക്കുമ്പോൾ ദേവിക്ക് സർപ്പങ്ങളും ഒരു കുറുക്കനും ഉണ്ട്. സാധാരണയായി വലതുകാൽ മുന്നോട്ട് കൂടുതൽ ജനപ്രിയമായ ദക്ഷിണാചാരത്തെ പ്രീതിപ്പെടുത്തുന്നു. ദേവിയുടെ വാഹനം സിംഹമാണ്. ദേവിക്ക് സ്ഥിരമായ ഗുണങ്ങളില്ല. പ്രപഞ്ചം അവസാനിക്കുമ്പോഴും ദേവി നിലനിൽക്കും. അതിനാൽ നിറം, വെളിച്ചം, നല്ലത്, ചീത്ത എന്നീ ആശയങ്ങൾ ദേവിക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയുമാണ് കാളിദേവിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ. താങ്ക് യു.